അപ്പോൾ ഇപ്രാവശ്യത്തെ സമ്മർ വെക്കേഷന് ഞങ്ങൾ ഇറ്റലിയിൽ പോകാൻ തീരുമാനിച്ചു. ഇറ്റലിയിൽ വെനീസ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ വിസെയറിനാണ് നമ്മൾ പോയത്. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ റൂമാണ്. നല്ല സൗകര്യമായിരുന്നു കേട്ടോ. ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു വെനീസിലുള്ളത്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇത്രയും മാത്രമല്ല, ഇതിൻ്റെ അപ്പുറം സൈഡിലും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തുള്ളൂ, അല്ല പിന്നെ ആൾക്കാർ വിചാരിക്കണം ഞാൻ എന്നെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ മിഷനിൽ പോയി ടിക്കറ്റ് എടുക്കുന്നതാണ്. അപ്പം ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് അവരുടെ ഇറ്റാലിയൻ ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഈ മിഷനകത്ത് വാലിഡേറ്റ് ചെയ്യണം എടുക്കുന്ന ടിക്കറ്റൊക്കെ. എന്നിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങാൻ. ഇപ്പോൾ കാണിച്ചാണ് ക്രൗൺ പ്ലാസ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ഹോട്ടലിൻ്റെ തൊട്ട് പുറകിലായിട്ടായിരുന്നു ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ. രാവിലെ ഭക്ഷണം കഴിക്കുക, ടിക്കറ്റ് എടുക്കുക, ട്രെയിനിൽ കയറുക, യാത്ര തുടങ്ങുക. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു 3-4 ദിവസത്തെ പരിപാടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിൽ കയറാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ ട്രെയിനിന് നമ്മുടെ നാട്ടിലൊക്കെ ഞാനിങ്ങനെ ഡബിൾ ഡെക്കർ ഇങ്ങനെ മേളിലും താഴെ ഇരിക്കത്തക്ക രീതിയിൽ ഉള്ള ബസ്സേ കണ്ടിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ ഞാൻ അങ്ങനത്തെ കണ്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേ സ്റ്റെയർ കേസ് കാണാം. നമുക്ക് മേളിൽ വേണമെങ്കിൽ മേളിൽ കയറിയിരിക്കാം, താഴെ ഇരിക്കണമെങ്കിൽ താഴെ ഇരിക്കാം. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ട്രെയിനാണ്. പിന്നെ ഓരോ ട്രെയിനിനും ഇങ്ങനെ ചെറിയ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് എഴുതി കാണിക്കും ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നൊക്കെ. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇങ്ങനെ ഈ ട്രെയിനിലൊക്കെ ഈ ഇലക്ട്രിക് സൈക്കിളൊക്കെ ഇല്ലേ, അതൊക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി വെനീസിലെത്തി. വെനീസ് ബാക്കി വീഡിയോ പുറകെ വരുന്നതായിരിക്കും.